കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ രാജ്യതലസ്ഥാനം ദില്ലി ചാണക്യപുരി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളമെത്തിച്ചിട്ടും തികയാതെ വന്നതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അതേസമയം സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയും വെള്ളം നൽകാത്ത ഹരിയാന സർക്കാരിന്റെ നടപടി വിമർശിച്ച മന്ത്രി അതിഷി വീണ്ടും രംഗത്തെത്തി. ചൂട് കനത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്ന ദില്ലിയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. 4000-ലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഓക്ല, ചാണക്യപുരി, ഗീതാ കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചിട്ടും തികയാതെ വരുന്നത് പ്രദേശവാസികളെ വലയ്ക്കുന്നു. മണിക്കൂറുകളോളം ക്യൂ നിന്ന് വെള്ളം ലഭിക്കാതെ മടങ്ങുന്ന കാഴ്ചകളും പതിവാണ്. കടുത്ത കുടിവെള്ളക്ഷാമത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ ദില്ലി സർക്കാർ ശക്തമാക്കിയിരുന്നു. നിർമ്മാണ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് പരിമിതപ്പെടുത്തണമെന്നും ഇത് ലംഘിക്കുന്നവർ 2000 രൂപ പിഴയടയ്ക്കണമെന്നും കർശന നിർദ്ദേശവും നൽകി. അതേസമയം സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ ഹിമാചൽ പ്രദേശ് വെള്ളം നൽകിയിട്ടും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നില്ലെന്ന് മന്ത്രി അതിഷി വ്യക്തമാക്കി. ഹരിയാന കൃത്യമായി വെള്ളം നൽകുന്നില്ലെന്ന് ആവർത്തിച്ച അതിഷി ഹരിയാന സർക്കാർ ദില്ലിയിലെ ജനങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും കുറ്റപ്പെടുത്തി. കുടിവെള്ള പ്രശ്നത്തിൽ രാഷ്ട്രീയം കളിക്കരുതെന്നും സംസ്ഥാനങ്ങൾക്ക് കോടതി താക്കീത് നൽകിയിരുന്നു. പിന്നാലെയും ഹരിയാന സർക്കാർ വിഷയത്തിൽ മൗനം തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.